പാറ്റകൾ വീണ്ടും ഇളകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. അടുത്ത മാസം 5-ാം തീയതി സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. ആ ദിനത്തിൽ പാറ്റകൾ യുവജനങ്ങളുടെ ഒരു പ്രതീകം എന്ന നിലയിലാണല്ലോ പാറ്റകളെ ഇപ്പോൾ കാണുന്നത്. ജൻസി പ്രക്ഷോഭകാരികൾ ഒരിക്കൽ കൂടി ഡൽഹി നഗരത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കാൻ പോകുന്നു. അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം, തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം, ആ സാഹചര്യം അത് വളരെ പ്രധാനമാണ്. അതിനുള്ള സാഹചര്യം എന്താണ്? വിശ്വാസ വഞ്ചന കാട്ടിയിരിക്കുന്നു കേന്ദ്രം. കഴിഞ്ഞ മാസം 25-ാം തീയതി 2 മന്ത്രിമാർ CJP നേതാക്കളുമായി സംസാരിച്ച് എത്തിച്ചേർന്ന ചില ധാരണകളുണ്ട്. ഇപ്പോൾ സൗരവ് ദാസും ഒക്കെ ചേർന്ന, അപ്പോൾ ഈ ഇതിൻ്റെ നെഗോസിയേറ്റേഴ്സ് അഭിജിത് ദീപ്കെ നേരിട്ട് പങ്കെടുത്തില്ല. പക്ഷേ അവർ നിയോഗിച്ച വിദ്യാർത്ഥി നേതാക്കൾ അല്ലെങ്കിൽ ജൻസി നേതാക്കൾ അവർ 2 JP നഡ്ഡയുമായും സംസാരിച്ചു, ജിതേന്ദ്ര സിംഗുമായി സംസാരിച്ചു. 2 പേരും ഇവിടെ വന്ന് കണ്ട് ധാരണയിലെത്തി. വിദ്യാർത്ഥികൾക്കെതിരെ പാർലമെൻറ്റ് മാർച്ച് നടന്നപ്പോൾ കഴിഞ്ഞ മാസം 20-ാം തീയതി നടന്ന പാർലമെൻറ്റ് മാർച്ചിൽ അതിക്രൂരമായ ആക്രമണമാണ് സുരക്ഷാ സേനകൾ അല്ലെങ്കിൽ പോലീസ്, അതുപോലെ പോലീസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഗുണ്ടാകൾ ഈ CJP പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിട്ടത്. പെലറ്റ് ഗൺ ഉപയോഗം ഉൾപ്പെടെ അവിടെ സംഭവിച്ചു. ആണിതറച്ച ലാത്തികൾ ഉൾപ്പെടെ കുട്ടികളുടെ ദേഹത്ത് പതിഞ്ഞു. അപ്പോൾ ഇതൊക്കെ അപരിഹാര്യമായ നഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായത്. ശാരീരിക ക്ലേശമുണ്ടായി, മാനസികമായി വലിയ സംഘർഷമുണ്ടായി, സമ്മർദ്ദമുണ്ടായി. അതുമാത്രമല്ല, ഇവിടെ ഒരു ജെന്റിൽമാൻലി എഗ്രിമെൻ്റാണ് 2 കേന്ദ്രമന്ത്രിമാർ വിദ്യാർത്ഥികളുമായി സംസാരിച്ച് എത്തിച്ചേർന്ന ധാരണകളാണ്. അവർക്കെല്ലാം എതിരെയിട്ട FIRകൾ പിൻവലിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട ധാരണ. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി. അതുമാത്രമല്ല, ഭാവിയിൽ പ്രതികാര നടപടികൾ എടുക്കില്ല. പ്രക്ഷോഭകർക്ക് നേരെ ഭാവിയിൽ പ്രതികാര നടപടികൾ എടുക്കില്ല. ഇതിൽ ഒരു കാര്യം മാത്രം അംഗീകരിച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയുണ്ടായി. അത് വലിയ ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം ഇതം പ്രഥമമായി മോദി മന്ത്രിസഭയിലെ ഒരാൾ നിർബന്ധത്തെ തുടർന്നുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു. നേരത്തെ ഒരാൾ രാജിവെച്ചു, അത് ഒരു മീറ്റു വിവാദത്തെ തുടർന്നുകൊണ്ടാണ്. അല്ലാതെ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യത്തെ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാൻ പോയി. ആ ഒരൊറ്റ കാരണത്താൽ ഈ ജൻസി പ്രക്ഷോഭം വിജയിച്ചതായി മാധ്യമങ്ങളും നിരീക്ഷകരും വിധിയെഴുതി. അതൊരു കാര്യം. പക്ഷേ പിൻവലിക്കും എന്നു പറഞ്ഞ കേസുകൾ പിൻവലിച്ചില്ല. 3 ദിവസത്തിനുള്ളിൽ ഇട്ട FIRകൾ തിരിച്ചു വിളിക്കും, അത് ഇവരെ കാണിക്കും, ഇവർക്ക് അത് കൈമാറും, കോപ്പി കൈമാറും. അങ്ങനെ അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. അത് ലംഘിക്കപ്പെട്ടു. പലരെയും നിരന്തരമായി വേട്ടയാടുകയാണ് പോലീസ്. അതുമാത്രമല്ല, ഭാവിയിൽ പ്രതികാര നടപടികൾ ഉണ്ടാവില്ല എന്നത് ലംഘിച്ചുകൊണ്ട് ഇതിൻ്റെ നേതാക്കന്മാർ പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ രഹസ്യമായ നീക്കങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് പോലീസ് ഉപദ്രവിക്കുന്നു എന്ന രീതിയിലാണ്. അവർക്കെതിരെ പല രീതിയിലുള്ള നിയമക്കുരുക്കുകളിലും ചെന്നു ചേരുന്നു എന്ന ഒരു ചിന്ത CJPയുടെ നേതൃത്വത്തിനുണ്ട്. അപ്പോൾ അവരൊരു ഓൺലൈനായി ഒരു മീറ്റിംഗ് കൂടി ദേശവ്യാപകമായി, ഇതൊരു ഡൽഹി കൂട്ടായ്മ മാത്രമല്ലല്ലോ. അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ തവണ 5000 പേരെ പ്രതീക്ഷിച്ചിടത്ത് ജന്തർ മന്ദറിൽ ഒത്തുകൂടി പാർലമെൻറ്റ് മാർച്ചിലേക്ക് നീങ്ങിയത് 50,000-ഓളം വിദ്യാർത്ഥികളാണ്. അതിനിടയിൽ ഏതാണ്ട് 2000-ഓളം പേര് ക്രിമിനലുകൾ, കൊടും കുറ്റവാളികളും ക്രിമിനലുകളും നുഴഞ്ഞു കയറി എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് അവിടെ ഇൻ്റലിജൻസ് ഏജൻസികൾ അറിയിച്ചിരിക്കുന്നത്. അത് ഭാഗികമായി സത്യമാകാം, പൂർണ്ണമായി അസത്യമാകാം, അല്ലെങ്കിൽ അതിൽ ചിലരെങ്കിലും ജെനുവിൻ ക്രിമിനലുകളായിരിക്കാം. അത് കേന്ദ്ര സുരക്ഷ വലിയൊരു വിഭാഗം ആളുകൾ ഒത്തുകൂടുമ്പോൾ സ്വാഭാവികമായി രാജ്യവിരുദ്ധ ശക്തികളോ ക്രിമിനലുകളോ അതിൽ നുഴഞ്ഞു കയറാൻ സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനൊക്കെയാണ് ആഭ്യന്തര മന്ത്രാലയം ഉള്ളത്, കണ്ടുപിടിക്കുക എന്നതാണ്. ഇപ്രാവശ്യം ജന്തർ മന്ദർ 2.0. പക്ഷേ അത് ജന്തർ മന്ദറിലല്ല കൂടുന്നത്, മറിച്ച് ഇന്ത്യ ഗേറ്റിലാണ്. ഇന്ത്യ ഗേറ്റിൽ സാധാരണ പ്രതിഷേധങ്ങൾ അരങ്ങേറാറില്ല. ഇന്ത്യ ഗേറ്റ് മറ്റൊരു ഇടമാണ്. അത് പ്രതിഷേധങ്ങൾക്ക് വേണ്ടി ഓപ്പൺ സ്പേസാണ്, ഏറെ പേരെ ഹോൾഡ് ചെയ്യുന്നൊരു സ്പേസാണ്. പക്ഷേ സാധാരണഗതിയിൽ പ്രതിഷേധങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഒരു സ്ഥലമല്ല. അവിടെ നിന്നും ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്കാണ് മാർച്ച് നടത്തുന്നത്. ആരൊക്കെയാണ്? CJPയുടെ നേതാക്കളുണ്ടാവും, വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഉണ്ടാവും. പെലറ്റ് ഗണ്ണിൽ പരിക്കേറ്റ ആളുകൾ, മറ്റു രീതിയിൽ പരിക്കേറ്റവർ, അവിടെ വലിയ രീതിയിൽ ശാരീരിക പീഡനത്തിനും ഉപദ്രവത്തിനും ഇടയായ ആളുകൾ, അവരായിരിക്കും മുൻനിരയിൽ നിൽക്കുന്നത്. അതിന് പിന്നാലെ സമാധാനപരമായി മാർച്ച് നടത്തുമെന്നാണ് പറയുന്നത്. പക്ഷെ എത്ര സമാധാനപരമായി മാർച്ച് നടത്തിയാലും ഈ മാർച്ചിൻ്റെ പരിസമാപ്തി എത്തി നിൽക്കുന്നത് ഡൽഹി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. മിസ്റ്റർ അമിത് ഷാ, കേന്ദ്ര
ആഭ്യന്തരമന്ത്രിയാണ് യഥാർത്ഥത്തിൽ ഡൽഹി പോലീസിന് ആത്യന്തികമായി ചുമതലയുള്ളയാൾ. സംസ്ഥാനവും സംസ്ഥാനത്തെ പോലീസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ ക്രമസമാധാനത്തിൻ്റെ ആത്യന്തിക ചുമതല. എങ്ങനെയാണ്, എത്ര ദിവസത്തേക്കാണ് പ്രക്ഷോഭം? CJP ഈസ് നോട്ട് സ്പെസിഫിക് അബൌട്ട് ഇറ്റ്. 5-ാം തീയതി തുടങ്ങുന്നു, സെപ്റ്റംബർ 5-ാം തീയതി തുടങ്ങുന്നു. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ വെച്ച് നടക്കുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാർ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, മറ്റ് പുതിയതായി ചേർന്ന രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെ തലവന്മാർ എത്തുന്നു. ഷീ ജിൻപിങ് ചൈനീസ് പ്രസിഡന്റ് എത്തുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏറെക്കാലത്തിന് ശേഷം എത്തുന്നു. വ്ളാഡിമിർ പുടിന് നേരെ അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെ ഉള്ളതാണ്. പക്ഷേ എല്ലാ സുരക്ഷാ വിലക്കുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് വ്ളാഡിമിർ പുടിൻ എത്തുന്നു. ലോകത്തിൻ്റെ ശ്രദ്ധ, പ്രത്യേകിച്ചും അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഇങ്ങനെ പെട്ടു നിൽക്കുന്നത് കൊണ്ട്, ഇറാനെതിരെ ഉപരോധം ഉൾപ്പെടെ പ്രഖ്യാപിച്ച് നിൽക്കുന്നത് കൊണ്ട് ബ്രിക്സ് എന്താവും ചിന്തിക്കുക, ബ്രിക്സിൻ്റെ പ്രതികരണം എന്താവും, ബ്രിക്സ് എങ്ങനെയാണ് അന്താരാഷ്ട്ര ക്രമത്തെ നോക്കിക്കാണുന്നത്, ഇതറിയാൻ ലോക മാധ്യമങ്ങൾ മുഴുവൻ തന്നെ ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന സമയമാണ് അടുത്ത മാസം 12, 13, 14 തീയതികളിൽ. അവിടെ പ്രക്ഷോഭം തുടരുകയാണെങ്കിൽ, CJPയുടെ പ്രക്ഷോഭം കഴിഞ്ഞ പ്രാവശ്യം 38 ദിവസം നീണ്ടു നിന്നു. അതിനുശേഷമാണ് ഒരു ധാരണയിൽ പിരിഞ്ഞത്. വീണ്ടും ഡൽഹിയെ സ്തംഭിപ്പിച്ചുകൊണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ ആഴ്ചകളും മാസങ്ങളുമായി നീങ്ങുകയാണെങ്കിൽ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇന്ത്യ മുഴുവൻ അരാജകാവസ്ഥയിലാണ് എന്ന രീതിയിൽ സംസാരിക്കപ്പെടും. അത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. അപ്പം ബലപ്രയോഗത്തിൽ, മറ്റൊരു ബലപ്രയോഗത്തിലൂടെ ഈ CJPയുടെ പുതിയ പ്രക്ഷോഭകാരികളെ, അല്ലെ 2-ാം വരവിനെ നേരിടുകയാണെങ്കിൽ അത് കൂടുതൽ സമ്മർദ്ദം പാർലമെന്റിനുള്ളിലും പുറത്തും പ്രതിപക്ഷം അതിശക്തമായ സമ്മർദ്ദം ഉയർത്തും. ഇപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന മാർഗം വലിയ രീതിയിൽ അന്വേഷണ ഏജൻസികളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഡൽഹി പോലീസ് കമ്മീഷണർ സംസ്ഥാനങ്ങൾ കത്തെഴുതിയിരിക്കുന്നു, സംസ്ഥാനത്തെ സുരക്ഷാ ഏജൻസികൾ കത്തെഴുതിയിരിക്കുന്നു, കേന്ദ്ര ഇൻ്റലിജൻസ് സംവിധാനത്തിന് കത്തെഴുതിയിരിക്കുന്നു. കേന്ദ്ര ഇൻ്റലിജൻസ് സംവിധാനം വലിയ രീതിയിലുള്ള ജാഗ്രതാപൂർവമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. 10 കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ചോദ്യാവലിയാണ് ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. വരുന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ചൊരു ധാരണ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ആ ആളുകൾ വരുന്നത് എവിടെ നിന്ന്, അവരുടെ പശ്ചാത്തലം എന്താണ്, യാത്രാ പഥം എന്താണ്, അവർക്ക് ലോക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് ആര്, അവർ താമസിക്കുന്നത് എവിടെ, ഡൽഹിയിൽ ആരുടെ വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത്, അതോ പുറത്ത് ഇങ്ങനെ അവർ കഴിയുകയാണോ, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഏജൻസികൾ ആരെ, അവർ ബന്ധപ്പെടുന്ന നമ്പറുകൾ, ഇങ്ങനെ അതിശക്തമായ നിയന്ത്രണ സംവിധാനങ്ങളും മോണിറ്ററിങ്ങും ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ ഉണ്ടാകുന്നു. അവിടെ ഒരു ഫിയർ സൈക്കോസിസ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം തങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങി തിരിച്ചാൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ, ജൻസി പ്രക്ഷോഭകാരികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വരും. വലിയ തോതിലാണ് മൊബിലൈസേഷൻ നടക്കുന്നത് എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ 10,000-കണക്കിന് ചെറുപ്പക്കാർ അവിടെ ഒത്തുകൂടി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാകുമെന്ന് ശരിയാണ്. പക്ഷേ ആ ചെറുപ്പക്കാരെ സമ്മർദ്ദപ്പെടുത്തുന്നത് തങ്ങളുടെ കരിയർ, തങ്ങൾക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള കേസുകൾ, തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ ഉണ്ടായാൽ വിദേശത്തേക്ക് പോകാൻ അവസരം ലഭിക്കുമോ, വലിയ സമ്മർദ്ദങ്ങളാണ്. അതുകൊണ്ട് ഇതൊരു മാനസികമായ യുദ്ധമായി മാറിയിരിക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് വേഴ്സസ് CJP. ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവിടെയും കാര്യമായ റോളില്ല. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഒരുപക്ഷെ ഇതെല്ലാം ഗൂഢമായി ആസ്വദിക്കുന്നുണ്ടാവാം. തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഗവൺമെൻറ്റിനെ ഉൾമുനയിൽ നിർത്താൻ തങ്ങൾക്ക് പലപ്പോഴും കഴിയുന്നില്ല. അത് ആർക്കെങ്കിലും കഴിയുന്നുണ്ട് എങ്കിൽ ആത്യന്തികമായി അത് തങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുത്താം. ജന്തർ മന്ദറിലെ മുൻ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടല്ലോ. അണ്ണാ ഹസാരെ നടത്തിയ, രാംലീല മൈതാനത്ത് നടത്തിയ ദിവസങ്ങളോളം, ആഴ്ചകളോളം നീണ്ടുനിന്ന വലിയ പ്രക്ഷോഭം, അത് ജൻ ലോക്പാൽ ബില്ല് കൊണ്ടുവരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഴിമതിയെ പൊതുജനമധ്യത്തിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടി 2012 മുതൽ 2014 വരെ നീണ്ടുനിന്ന വിവിധങ്ങളായ സമരപരിപാടികൾ. ജൻസി മാത്രമല്ല, അതൊരു സിവിൽ സൊസൈറ്റി മൂവ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ പ്രയോജനം ആത്യന്തികമായി അനുഭവിച്ചത് BJP ആണ്. അത് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ രൂപമുണ്ടായി. അതിനുശേഷം ആം ആദ്മി പാർട്ടി ലോക്കലി അധികാരത്തിൽ വന്നു. പക്ഷേ രാജ്യം ആസകലം ഇതുണ്ടായ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ഇവിടെ ബലപ്രയോഗത്തിനെതിരെയുള്ള പോരാട്ടം, ഇത് അഴിമതി മാത്രമല്ല, കെടുകാര്യസ്ഥത, സിസ്റ്റം ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വികാരത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു ഗവൺമെൻറ്. നോക്കൂ, കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞാൻ സൂചിപ്പിച്ചതാണ്, ഇന്ത്യയുടെ ജനസംഖ്യയുടെ 65% 35 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്.
അതിൽ തന്നെ പകുതിയും വോട്ടേഴ്സാണ്. 18 വയസ്സിനും 38 വയസ്സിനും ഇടയിലുള്ള 30% ഇന്ത്യൻ ജനതയുണ്ട്. അവർ ക്രിട്ടിക്കൽ മാസാണ്. അവരാണ് ഇന്ത്യയെ ഡ്രൈവ് ചെയ്യേണ്ടത്, ഭാവിയിലേക്ക് നയിക്കേണ്ടത്. അവരുടെ മനസ്സെങ്ങനെയോ അങ്ങനെയായിരിക്കും രാജ്യം മുന്നോട്ട് പോവുക. അവരുടെ പിന്തുണയോടെ BJP അധികാരത്തിലെത്തി. നേരത്തെ എല്ലാവരുടെയും അല്ല, നല്ലൊരു പങ്കിൻ്റെ. ആ പിന്തുണ ഇന്ന് പഴയതുപോലെ ഇല്ല എന്നതാണ് വാസ്തവം. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിലേക്ക് ഇറങ്ങുന്നതിന് പകരം കൂടുതൽ അവരെ സമ്മർദ്ദത്തിലാക്കുന്നു. അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, ചെറുപ്പക്കാരല്ലേ, അവർക്ക് വാഗ്ദാനങ്ങൾ മാത്രം നൽകിയാൽ മതിയല്ലോ, അത് പാലിക്കേണ്ടതില്ലല്ലോ എന്ന ഗവൺമെൻറ്റിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും, അതിന് മാപ്പ് കൊടുക്കാൻ ചെറുപ്പക്കാർ തയ്യാറാകുന്നില്ല. അവരുടെ ഓർമ്മകൾ അതിശക്തമായി നിൽക്കുന്നു. അപ്പോൾ തങ്ങൾക്കെതിരെ ഇനി അടിച്ചമർത്തലുകൾ ഉണ്ടാവില്ല എന്ന ഉറപ്പുകൾക്ക് വേണ്ടിയാണ് അവരിപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിൽ പൂർണ്ണമായ അർത്ഥത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല, കക്ഷി രാഷ്ട്രീയം കാണേണ്ടതില്ല. അതുകൊണ്ട് ജൻസി പ്രക്ഷോഭം ഏത് രീതിയിൽ പാൻ ഔട്ട് ചെയ്യും, രണ്ടാമത്തെ ഊഴം, അതോ അതിനു മുൻപ് തന്നെ ഇപ്പോൾ നല്ലൊരു ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 ദിവസമെങ്കിലും കഴിയണം ഈ ഡേറ്റ് എത്താൻ. അതിനുള്ളിൽ ചർച്ചകൾക്കോ സമവായത്തിനോ ഈ ആവശ്യങ്ങൾ, ഡിമാൻഡ് അംഗീകരിക്കാനുള്ള അവസരമുണ്ട്. ഡൽഹിയിൽ ഈ പ്രതിഷേധം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ പാർട്ടിയുടെ, അല്ലെങ്കിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വവുമായി സംസാരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? ഈ പ്രക്ഷോഭം എങ്ങനെയും ഒഴിവാക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ആവശ്യം കൂടിയാണ്. കാരണം ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഭാരതം മുഖം നഷ്ടപ്പെട്ട് മുഖം വികൃതമായി നിൽക്കുന്നത് ഒരിക്കലും രാജ്യത്തിന് നല്ലതല്ല. അത് ജൻസി വിഷയം വെച്ചുകൊണ്ട് പറയുന്നതല്ല. ഈ BJP സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലാത്തവരോ ആളുകൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ, അല്ലെ സ്വന്തം ഭവനത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ, അവിടെ നമുക്ക് അത്ര താല്പര്യമില്ലാത്ത ശക്തികൾ അതിന് ചുറ്റും വന്നുകൊണ്ട് പ്രക്ഷോഭം, അല്ലെങ്കിൽ ഒരു അയൽക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ചില ശക്തികൾ അവിടെ കടന്നു വന്ന് അസുഖകരമായ ചില മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു, അസുഖകരമായ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു. അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ശോഭ കെട്ടു പോവുകയാണ്. ആ ഭവനത്തിൻ്റെ ഐശ്വര്യം അവിടെ നഷ്ടപ്പെടുകയാണ്. ആ അന്തരീക്ഷം ഒഴിവാക്കാൻ വേണ്ട വിട്ടുവീഴ്ച, യഥാർത്ഥത്തിൽ ഇത് സമ്മർദ്ദതന്ത്രം തന്നെയാണ്. ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നു എന്നത് കൂടി കണ്ടുകൊണ്ടാണ് ആ ഡേറ്റ് 5-ാം തീയതി, സിംബോളിക്കാണ്. അധ്യാപക ദിനം സിംബോളിക് ഒരു ഡേറ്റ് തന്നെയാണ്. അതുമാത്രമല്ല, വിദ്യാർത്ഥികൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും, CJPയുടെ നേതാവ് അഭിജിത് ദീപ്കെ എല്ലാ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർക്കും കത്തയച്ചിട്ടുണ്ട്. ഈ 5 ആവശ്യങ്ങൾ, 5 വ്യത്യസ്തമായ ആവശ്യങ്ങൾ അടങ്ങുന്ന ഒരു കത്തയച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, കുട്ടികൾക്കുള്ള ഫെസിലിറ്റി, സ്കൂളുകളുടെ അവസ്ഥ എന്നിങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഒരു രാഷ്ട്രീയ കക്ഷി വേണമെന്നില്ല. അരാഷ്ട്രീയമായി സംഘടിക്കുന്ന ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങൾക്കും ഒരു പൊതു കോസിന് വേണ്ടി, യുവജനങ്ങളുടെ കോസിന് വേണ്ടി, അവരുടെ തൊഴിൽ സാധ്യതയ്ക്ക് വേണ്ടി, സുതാര്യതയ്ക്ക് വേണ്ടി, എക്സാം നടത്തിപ്പിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി നിലകൊള്ളാനാവും എന്ന് വരുമ്പോൾ ഇവിടുത്തെ ഇന്ത്യയുടെ, ഡെമോക്രാറ്റിക് ഇന്ത്യയുടെ സിവിൽ സൊസൈറ്റി ശക്തമാവുകയാണ്. ഒരു വശത്ത് രാഷ്ട്രീയ പ്രക്രിയ, ഒരു വശത്ത് സമാന്തരമായ ഇതുപോലെയുള്ള സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സ്, യൂത്ത് മൂവ്മെൻറ്റ്, ഇതെല്ലാം നമ്മുടെ ജനാധിപത്യത്തെ സ്ഫുടം ചെയ്തെടുക്കട്ടെ, കൈവിട്ടു പോകാതിരിക്കട്ടെ. സംയമനം പാലിക്കാൻ 2 ഭാഗത്തും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തും വിദ്യാർത്ഥികളുടെ ഭാഗത്തും ശ്രമമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും സമൃദ്ധമായ ഒരു ഓണം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.